ഞാൻ 12th കഴിഞ്ഞ ഉടനെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതാ. പക്ഷെ അന്നും എനിക്ക് അഗ്രിഗേറ്റിന് ഒക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടേൺ എടുക്കേണ്ട ഒരു പോയിന്റ് ഉണ്ടാവും. ആ ഒരു ടൈമിൽ എന്നെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തു. ഇത്രയും വർഷം നീ CA ചെയ്തു, ഇനിയിപ്പം നീ എന്ത് കാണിക്കാനായിട്ടാ പോകുന്നത്? മറ്റു കോഴ്സസിനെ അപേക്ഷിച്ച് CPA എടുക്കാൻ എനിക്ക് വന്നൊരു മോട്ടിവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് CPA എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ ഇപ്പം അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതും അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ട് അത് മനസ്സിലാക്കി അതിനെപ്പറ്റി ഫുൾ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, അന്ന് ഞാൻ എടുത്ത ആ ഒരു ഡിസിഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി ലെവലിലാണെങ്കിൽ പോലും വിഷ്ണു ആണെങ്കിലും പോൾ ആണെങ്കിലും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബി ഇറ്റ് മൈ ക്ലാസ്സസ്, ബി ഇറ്റ് മൈ എക്സാം, നോ മാറ്റർ വാട്ട്, അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവാലുവേഷൻ പ്രോസസ്സ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോയത്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നെ പ്രെപ്ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 2.5 വർഷം ഇവിടെ വർക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു ഹെഡ് ഓഫ് ഫിനാൻസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റും ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ CPA ക്വാളിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഹായ്, ഞാൻ സോജൻ. ഞാനൊരു CPA ആണ് ബൈ പ്രൊഫഷൻ. ഞാൻ ഇവിടെ പ്രെപ്ക്യൂവിൽ ഹെഡ് ഓഫ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് ആയിരുന്നു. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ CPA കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു, ഒരു മിഡിൽ ഈസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ നിലവിൽ EY സീനിയറായിട്ട് കയറിക്കുവാണ്. ഞാൻ 12th കഴിഞ്ഞ ഉടനെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ CA ചെയ്യാൻ തുടങ്ങി കുറച്ച് ഹേർഡിൽസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് പലപ്പോഴും ഇന്റർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ പോലും എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, വർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വേറെ കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടോ. അന്നൊന്നും എനിക്ക് മനസ്സിൽ സമ്മതിക്കുന്നില്ല, ഞാൻ ഇത്ര എഫേർട്ട് എടുത്തതാ, എന്തിനാ ഞാനത് കളയുന്നത് എന്നോർത്തുകൊണ്ട് ഞാൻ അവിടെ തന്നെ സ്റ്റേൺ ആയിട്ട് നിന്നു. ഞാൻ അങ്ങനെ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു. ആർട്ടിക്കിൾഷിപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ CA ഫൈനലിനും പെർസ്യൂ ചെയ്തു. ഞാൻ CA ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫൈനലിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. ഫൈനലിൽ ഞാൻ എക്സാം എഴുതുകയും ചെയ്തു. ഫുൾ പ്രിപ്പറേഷനിൽ ഫുൾ എഫേർട്ട് എടുത്ത് തന്നെ ഞാൻ എക്സാമും എഴുതി. പക്ഷെ അന്നും എനിക്ക് അഗ്രിഗേറ്റിന് ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ അല്ലെങ്കിൽ അടുത്തൊരു ഇത് നോക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് എത്തുമ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ഇവിടെ കഷ്ടപ്പെട്ടതല്ലേ, ഞാൻ എന്തിനാണത് കളയുന്നത് എന്ന് ഓർത്തുകൊണ്ട് എന്നാൽ ആ ഡിലേമയിലാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ടേൺ എടുക്കേണ്ട ഒരു പോയിന്റ് ഉണ്ടാവും. സോ ഞാൻ ആ ഒരു പോയിന്റിലായിരുന്നു ഒരു കാലം. ആ ഒരു ടൈമിൽ എന്നെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്തു. ഇത്രയും വർഷം നീ CA ചെയ്തു, ഇനിയിപ്പം നീ എന്ത് കാണിക്കാനായിട്ടാണ് പോകുന്നത് എന്ന് പലപ്പോഴും എന്നോട് ചോദിച്ചവരും ഉണ്ട്. അത് അന്നും ഞാൻ CPA പറഞ്ഞപ്പോൾ പോലും എനിക്കറിയാവുന്ന പലരും എന്നോട് ചോദിച്ചു, ഇവിടെ ഇപ്പോൾ ACC എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, CMA എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ CW ഉണ്ട്, അങ്ങനെ പല കോഴ്സസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് ഒരു CPA പോയി എടുക്കുന്നത് എന്തിനാണ്? സോ ഈ ഒരു ബാരിയറിനെ എല്ലാം ഓവർകം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ CPAയിലേക്ക് കയറുന്ന പോലും. അന്ന് ആ CPA എടുക്കാൻ വേണ്ടി എനിക്ക് വന്നൊരു മോട്ടിവേഷൻ, മറ്റു കോഴ്സസിനെ അപേക്ഷിച്ച് CPA എടുക്കാൻ എനിക്ക് വന്നൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല കൺട്രിയുടെയും CPA ക്വാളിഫിക്കേഷനിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ പോലും ഈ ഒരു ക്വാളിഫിക്കേഷൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ പല കമ്പനീസിലും ഞാൻ അന്വേഷിച്ചപ്പോൾ പല കമ്പനീസും ഇപ്പോൾ ഹയർ ചെയ്യാനായിട്ട് CPAക്കാരെ ഹയർ ചെയ്യാൻ തൂക്കുന്നുണ്ടെന്നു. പിന്നെ പല കോഴ്സസിലും ചിലപ്പോൾ നമുക്കൊരു 100-110 പേരുണ്ട്. ആ 110 പേരിൽ നിന്ന് ഒരാളാകാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് CPA എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ ഇപ്പോൾ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നുള്ളതും അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ അത് മനസ്സിലാക്കി അതിനെപ്പറ്റി ഫുൾ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. ഡിസ്പൈറ്റ് എല്ലാ ക്രിറ്റിസിസവും എല്ലാ ഡിമോട്ടിവേഷനും ഓവർകം ചെയ്തിട്ട് തന്നെ അതെനിക്ക് ഇപ്പോഴും ധൈര്യമായിട്ട് പറയാം, ഞാൻ അതിനകത്ത് 100% ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ ഒരു 100 ACCക്കാരെ കാണെങ്കിലും ഒരു CPA ആയിട്ട് ഒരാളെ കാണുമ്പോൾ വേറെ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിൽ എനിക്ക് അതിനുള്ളൊരു ആഡഡ് അഡ്വാൻറ്റേജ് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ പോലും ഞാൻ CPA എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു റെക്കഗ്നേഷനോ അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റിൽ എനിക്ക് കിട്ടുന്ന ഒരു ട്രസ്റ്റോ അത് എനിക്ക്
കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, എന്നെ ആ ഒരു അന്ന് ഞാൻ എടുത്ത ആ ഒരു ഡിസിഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഞാനിപ്പം പ്രെപ്ക്യൂവിനെ പറ്റി കേൾക്കുന്നത്, ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ CPA പറ്റി എൻക്വയറി ചെയ്തപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റി കേട്ടിരുന്നു. പക്ഷെ അവരിലൊക്കെ ഞാൻ വിളിച്ചു എൻക്വയറി ചെയ്തപ്പോഴൊക്കെ പലർക്കും ആ ഒരു കോഴ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനോ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാനോ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ പല ആൾക്കാരും അത് പ്യുവർ മാർക്കറ്റിംഗ്, അവരുടെ ഒരു മാർക്കറ്റിംഗ് കോളായിട്ട് വെച്ച് അത് എനിക്ക് എന്താണ് എൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ളതനുസരിച്ചല്ല ഇവരാരും പറഞ്ഞു തരുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ പോളിനെ മീറ്റ് ചെയ്യുന്നതും പ്രെപ്ക്യൂവിനെ പറ്റി അറിയുന്നതും. സോ പോളിനും ഇപ്പോൾ അവർക്കൊരു ഇൻറ്റേൺ ലെവലിൽ ഒരാളെ ആവശ്യം ഉണ്ടായിരുന്നു. സോ ഞാൻ പോളായിട്ട് മീറ്റ് ചെയ്തു. പോൾ എനിക്ക് ഫുൾ കോഴ്സിനെ പറ്റിയും പോൾ എങ്ങനെയാണ് ഈ ഒരു കമ്പനി ഇത് പ്രെപ്ക്യൂ എന്നുള്ളൊരു ഇത് ബിൽഡ് ചെയ്യാൻ നോക്കുന്നതെന്നും ഉള്ളതെല്ലാം പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. അന്നൊരു സെയിൽസ് ഇൻറ്റർ കഴിഞ്ഞ് ആർട്ടിക്കൽഷിപ്പ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണ് ഒരു സെയിൽസ് ഇൻറ്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ഒരുപാട് പലർക്കും അങ്ങനെ നോക്കുമ്പം അതൊരു ചെറിയൊരു ജോലിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത്, കാരണം എന്നെ അവർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, എൻ്റെ CPA കരിയർ ബിൽഡ് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യുന്നു. ബട്ട് ഇവൻച്വലി ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ CPA ഇവിടെ കംപ്ലീറ്റ് ചെയ്തു പഠിക്കുന്ന സമയത്ത് എന്നെ ഇവിടുത്തെ ഫാക്കൽറ്റി ലെവലിലാണെങ്കിൽ പോലും വിഷ്ണു ആണെങ്കിലും പോൾ ആണെങ്കിലും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബി ഇറ്റ് മൈ ക്ലാസ്സസ്, ബി ഇറ്റ് മൈ എക്സാം, നോ മാറ്റർ വാട്ട്, അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവാലുവേഷൻ പ്രോസസ്സൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് തന്നെയാണ് പോയത്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നെ പ്രെപ്ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ വർക്ക് ചെയ്തു. ഞാനിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു 2.5 വർഷം ഇവിടെ വർക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്ത് ഞാനൊരു ഹെഡ് ഓഫ് ഫിനാൻസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റും ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ CPA ക്വാളിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഞാൻ CPA ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് CAC, ACC അല്ലെങ്കിൽ CWA ഏത് വേണമെങ്കിലും എടുക്കായിരുന്നു. അല്ലെങ്കിൽ CMA US ആണെങ്കിൽ പോലും ഉണ്ടായിരുന്നു. സോ അന്ന് ഞാൻ ഇതിൻ്റെ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്തും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, നീ ഇപ്പോൾ ഇവിടം വരെ എത്തി, ഇനി ഒരു 8 പേപ്പറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് CA ആകാമല്ലോ, അഗ്രിഗേറ്റ് നല്ലേ പോയെ, എന്തിനിത് ഡ്രോപ്പ് ചെയ്യുന്നത് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അന്ന് CA എനിക്ക് വിടണം എന്ന് എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പെട്ടെന്നൊരു ക്വാളിഫിക്കേഷൻ, ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എനിക്ക് ആവശ്യമായിരുന്നു. സോ എനിക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ എ വെരി ഷോർട്ട് ടൈം, പക്ഷെ അത് ഏറ്റവും ബെസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ കിട്ടണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാൻ CMA US പറ്റി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാനേജ്മെൻറ്റ് ലെവൽ കോഴ്സാണ്. അപ്പോൾ ഞാൻ ആസ് എ ബിഗിനർ ഒരു പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആ CMA US ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയില്ല എന്നിരിക്കും. അതുപോലെ തന്നെ ACC ആയിരുന്നു മറ്റൊരു ഓപ്ഷൻ. ACCക്ക് ഒരുപാട് അക്കാഡമീസും ഒരുപാട് ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചതും അതന്നെ, ഇത്രയും അക്കാഡമീസ്, ഇത്രയും ഓപ്ഷൻസും പഠിപ്പിക്കാൻ ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തിനാ ACC എടുക്കാത്തതെന്ന്. അതും കുറേ പേപ്പേഴ്സിന് എക്സാംഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 1000 പേരിൽ ഒരാളാകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ACC എടുക്കുന്ന ഒരു 1000 പേരുണ്ടാവും, ആ 1000 പേരിൽ ഒരാളാകാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഐ ഓൾവേസ് വാണ്ടഡ് ടു സ്റ്റേ അഹെഡ്, അല്ലെങ്കിൽ എപ്പോഴും മുമ്പോട്ട് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നീട് CA ഞാൻ CA ഇപ്പോഴും ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല. ഞാൻ CAയിൽ നിന്നൊരു പോസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു പോസ് എടുത്തിരിക്കുന്നത് എനിക്ക് എൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പ്രൊഫഷണൽ ലൈഫ് മുമ്പോട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട്. ആൻഡ് അതിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ബെനിഫിറ്റ്സോ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റെക്കഗ്നിഷൻ ഇതിൽ ഞാൻ അന്ന് എടുത്തിരുന്ന ഒരു ഡിസിഷനിൽ ഞാൻ തന്നെ വളരെ പ്രൗഡാണ്. സോ ഞാൻ CPA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ പഠിച്ചത് എന്താണ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന റോൾസിൽ നിന്നൊരു വ്യത്യസ്തപ്പെട്ട ഒരു റോള്, അതായത് ഞാൻ എന്താണോ പഠിച്ചത് അതെനിക്കൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട്. സോ അന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഓഫ് ഷോറിങ് കമ്പനീസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നമ്മളൊരു CPA എന്ന നിലയ്ക്ക് നമുക്ക് എടുക്കാനായിട്ട്. പക്ഷെ ഞാൻ അവിടെയാണെങ്കിലും ഞാൻ നോക്കിയിരുന്ന വേറൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ക്ലയൻറ്റ് ഫേസിങ് റോൾ, അല്ലെങ്കിൽ ക്ലയൻറ്റായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ബാക്ക് എൻഡ് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ഒരു പ്രൊഫഷനോട് ഞാൻ അത്രയും ജസ്റ്റിസ് ചെയ്യുന്നില്ല എന്ന് എനിക്കൊരു ഫീൽ വന്നു. സോ ഞാൻ ഡയറക്റ്റ് ക്ലയൻറ്റ് ഫേസിങ് റോൾസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്.
അങ്ങനെ പിന്നെ എനിക്ക് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഒരു കമ്പനി നോക്കണം എന്നുണ്ടായിരുന്നു. ഈ മിഡിൽ ഈസ്റ്റ് കമ്പനി നോക്കാനായിട്ട് എനിക്ക് ഒരു അഡ്വാൻറ്റേജ് വന്ന എൻ്റെ CPA ക്വാളിഫിക്കേഷൻ കൊണ്ട് എനിക്ക് ആ ഒരു റെക്കഗ്നിഷൻ കൊണ്ട് എനിക്കിപ്പോൾ മിഡിൽ ഈസ്റ്റ് വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റ്, US വേണമെങ്കിൽ US, അല്ലെങ്കിൽ UK കമ്പനീസ് നോക്കണമെങ്കിൽ അങ്ങനെ ആണെങ്കിലും നോക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു CPA ക്വാളിഫിക്കേഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലെക്സിബിലിറ്റി, ആ ഒരു അത്ര ലിബറലായിട്ട് എനിക്ക് നോക്കാനുള്ളൊരു ഓപ്ഷൻ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ തന്നിരുന്നു. സോ ഞാൻ മിഡിൽ ഈസ്റ്റ് നോക്കിയ സമയത്താണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഞാൻ ഫിനാൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് ഞാൻ അപ്ലൈ ചെയ്തതും ഞങ്ങൾക്ക് ജോയിൻ ചെയ്തതും. സോ ഫിനാൻഷ്യൽസിൽ ഞാനൊരു ക്ലയൻറ്റായിട്ട് മീറ്റ് ചെയ്യുമ്പം ലൈക്ക് ഞാൻ ഞാനൊരു CPA ആണ് എന്ന് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ക്ലയൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ ക്ലയൻസായിട്ട് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റാപ്പോ, അത് ഒരു കമ്മിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. സോ ഫിനാൻഷ്യൽസിലാണെങ്കിൽ പോലും ഒരുപാട് ACCക്കാരെയും CMAക്കാരെയും CAക്കാരെയും അവർ ഹയർ ചെയ്തിട്ടുണ്ട്. ഞാനായിരുന്നു അവരുടെ ഫസ്റ്റ് CPA. സോ അവർക്ക് അവരാണെങ്കിലും ആ ഒരു കൺസിഡറേഷൻ എനിക്കും തരുമായിരുന്നു. എൻ്റെ ഒരു ക്വാളിഫിക്കേഷനോട് എനിക്കൊരു ജസ്റ്റിസ് ചെയ്യാൻ അവരാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത് അവിടെ 1 year വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാൻ EYയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ മിഡിൽ ഈസ്റ്റ് ക്ലയൻസിനെ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ അവിടെ ഓഡിറ്റ് ആൻഡ് അഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ സീനിയർ.